വയനാട് വൈത്തിരി വെറ്റിനറി കോളേജിന്റെ നിയന്ത്രണം സിപിഎമ്മിന്റെ കീഴിലെന്ന ആരോപണം. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗവും സിപിഎം ഏരിയ കമ്മിറ്റി അംഗവുമായ രമേശ് വൈത്തിരിയാണ് കോളേജ് നിയന്ത്രിക്കുന്നത്. സിപിഎം ജില്ലാ സെക്രട്ടറി പി ഗഗാറിന്റെ സഹോദരപുത്രനാണ് രമേശ് വൈത്തിരി. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിശദാംശങ്ങൾ. തീർച്ചയായും ആതിര, ഈ കോളേജുമായി ബന്ധപ്പെട്ട് SFIക്കെതിരെ വലിയ ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്. SFIയുടെ കാടത്വം നിറഞ്ഞ ഒരു ഭരണം അവിടെ നടക്കുന്നതായി തന്നെ ഇത്തരത്തിൽ പുറത്തു വരുമ്പോഴാണ് മറ്റൊരു വിവരം കൂടെ പുറത്തു വന്നത്. ഈ കോളേജ് പൂർണ്ണമായി തന്നെ ഇത്തരത്തിൽ CPMന്റെ നിയന്ത്രണത്തിലാണ്. ഈ വയനാട് വൈത്തിരി കോളേജ് മുഴുവൻ ഇത്തരത്തിൽ CPM പൂർണ്ണമായി നിയന്ത്രിച്ചു വരുന്ന കോളേജായി എന്നാണ് ഈ ആരോപണത്തിൽ പലരും ഇത്തരത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. DFIയുടെ ജില്ലാ കമ്മിറ്റി അംഗവും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ രമേശ് എന്ന ഒരു നേതാവാണ് ഈ കോളേജിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹം ഈ കോളേജിൽ തന്നെ സ്റ്റോർ നടത്തുകയാണ്. ഈ ബുക്കുകളും അതോടൊപ്പം പേന ഉൾപ്പെടെ വിൽക്കുന്ന ഒരു സ്റ്റോർ നടത്തിയാണ് ആ കോളേജിന്റെ നിയന്ത്രണം പൂർണ്ണമായും തന്നെ നിയന്ത്രിക്കുന്നത്. രാവിലെ എത്തുന്ന ഈ നേതാവ് പൂർണ്ണമായി തന്നെ ആ കോളേജിൽ മുഴുവൻ സമയം ചിലവഴിച്ചാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇത് CPM ജില്ലാ സെക്രട്ടറി ഗഗാറിന്റെ സഹോദരപുത്രനാണ് ഈ രമേശ്. അതോടൊപ്പം തന്നെ ഈ വയനാട്ടിലെ തന്നെ പ്രധാന DFIയുടെയും CPMന്റെ യുവജന സംഘടനയുടെ നേതാവായ ഇയാളാണ് പ്രധാനമായി അധ്യാപക സംഘടനകളെയും അതോടൊപ്പം തന്നെ SFIയെല്ലാം നിയന്ത്രിച്ച് പൂർണ്ണമായും ആ കോളേജിനെ CPMന്റെ കുടക്കീഴിൽ നിലനിർത്തി പോകുന്നത്. ശ്രീജിത്ത, ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ CPMന്റെ ഭാഗത്തു നിന്നുള്ള നിർണായകമായ വെളിപ്പെടുത്തലുകളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ CPMന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയുടെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും ആതിര, ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ ഇത്തരം വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കാരണം CPMന്റെ യുവജന സംഘടനയാണ് SFI. അപ്പോൾ ഈ SFI നിയന്ത്രിക്കുന്നതും ഈ CPM ആണ്. അതിനാൽ തന്നെ ഈ SFI പ്രവർത്തകർക്ക് സഹായം ചെയ്തു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ SFI പ്രവർത്തകരെ അധ്യാപകരെ കൊണ്ട് സഹായിക്കുകയും എന്തെങ്കിലും SFI പ്രവർത്തകർ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രവൃത്തികളും റാഗിംഗ് ഉൾപ്പെടെ ചെയ്യുമ്പോൾ അത് അധ്യാപകരുടെ മുന്നിൽ എത്തിക്കുമ്പോൾ ആ അധ്യാപകരെ സംരക്ഷിക്കുക എന്നതാണ് CPMന്റെ നിലപാട്. അതോടൊപ്പം തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ ഈ മർദ്ദന ശേഷം ഈ സ്റ്റോറിൽ എത്തിയതായും ഈ സ്റ്റോറിൽ നിന്നും അദ്ദേഹത്തെ പൂർണ്ണമായും ഇത്തരം വിവരങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഈ നേതാവിനെ അറിയിച്ചതായും വിവരങ്ങൾ വരുന്നു. എന്തായാലും CPM നേതാക്കളാണ് ഈ SFI പ്രവർത്തകർക്ക് സംരക്ഷണം നൽകുന്നത്. പ്രാദേശിക നേതാക്കളാണ് സംരക്ഷണം നൽകിയത് തുടക്കം മുതൽ തന്നെ വിവരമുണ്ടായിരുന്നു. അത്തരത്തിൽ അത് ഏത് നേതാവായിരുന്നു എന്നായിരുന്നു എല്ലാവരുടെയും അന്വേഷണം. അത്തരത്തിലുള്ള അന്വേഷണം ഇത്തരത്തിലുള്ള ഈ വൈത്തിരി രമേശൻ എന്ന പ്രാദേശിക യുവജന നേതാവിലേക്ക് എത്തിയിരിക്കുന്നത്. ആതിര, ശ്രീ സിദ്ധാർത്ഥന്റെ മരണത്തിൽ CPMന്റെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വയനാട് വൈത്തിരി വെറ്റിനറി കോളേജിന്റെ നിയന്ത്രണം CPMന്റെ കീഴിലെന്ന ആരോപണം ഉയർന്നു വരുന്നു. DYFI ജില്ലാ കമ്മിറ്റി അംഗവും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ രമേശ് വൈത്തിരിയാണ് കോളേജ് നിയന്ത്രിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി പി ഗഗാറിന്റെ സഹോദരപുത്രനാണ് രമേശ് വൈത്തിരി. വിവരങ്ങൾ നൽകുകയായിരുന്നു KJ ശ്രീജിത്ത്.